ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ സന്ദേശം അയക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്തൃനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. പല സഹോദരന്മാരും എഴുതി ചോദിച്ച് എന്താണ് പറ്റിയത് എന്നുള്ളത്. അങ്ങനത്തെ ശാരീരികമായ പ്രയാസങ്ങളോ മറ്റുമൊന്നും ഉണ്ടായില്ല. ഒരു വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ മെയ് 24 തീയതി ബാംഗ്ലൂരിൽ വെച്ച് എൻ്റെ മകൻ്റെ വിവാഹമാണ്. 20 എൻഗേജ്മെൻറ്റ് ആലപ്പുഴയിൽ വെച്ചും. അതിനോടുള്ള ബന്ധത്തിൽ വളരെ തിരക്കുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സന്ദേശം അയക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തുടർന്നും എല്ലാ ദിവസവും ഈ വിവാഹം വരെയും നടക്കുമോ എന്നറിയത്തില്ല. പലവിധമായ തിരക്കുകളുണ്ട്. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ ആമുഖമായി വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതു സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം അനുകൂലമെങ്കിൽ എങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? വളരെ പരിചിതമായ വേദഭാഗമാണ്. 32-ാമത്തെ വാക്യം ഞാൻ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വാക്യമാണ്. വേദപുസ്തകത്തിലെ എല്ലാ വചനത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞത് വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമായ വചനം റോമാലേഖനം 8:32 എന്നാണ്. അദ്ദേഹം പറഞ്ഞത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അയ്യോ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? പ്രത്യേകാൽ പൂർണ്ണസമയ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പല ദൈവദാസന്മാർക്കും ഈ ചിന്ത വരുന്നുണ്ട്. ജോലി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെയും മകൻ്റെ വിവാഹമാണ്. വളരെ ചിലവുകളുണ്ട്. ഒരു വ്യക്തിയോടും ഇതുവരെയും ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങൾ ഇതുവരെയും നടത്തി തന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്നെ വഴി നടത്തി. 32-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ ദൈവം എന്നെ സഹായിച്ചു. പണക്കാരനൊന്നും ആക്കിയിട്ടില്ല. ആവശ്യങ്ങൾ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞാൻ ഭൂമിയിൽ ഒരു ഭവനം പോലും വെച്ചിട്ടില്ല. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് നൽകിയവൻ. ശ്രദ്ധിക്കുക, ആരെങ്കിലും ഒരു ആവശ്യവുമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു വിചാരിക്കുക. ഞാൻ പറയുകയാണ്, ഉദാഹരണത്തിന് ഒരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ എൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ എനിക്ക് കുറച്ച് നാളത്തേക്ക് തരുമോ ചോദിക്കുക എന്ന് വിചാരിക്കുക. ഞാൻ പറയുകയാണ്, എൻ്റെ മോനെ ഞാൻ തരാം, അവനെ നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. എന്നാൽ എൻ്റെ സാധനം തരാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു പിതാവും പറയാറില്ലല്ലോ. മക്കളെക്കാളും എത്രയോ വില കുറഞ്ഞതാണ് ലോകത്തിലെ മറ്റു വസ്തുക്കളൊക്കെയും. ഇവിടെ നാം വായിക്കുന്നത്, പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാകുവാനായിട്ട് അനുവദിച്ചു. അവനെ തകർത്ത് കളയുവാൻ അവന് പ്രസാദം തോന്നിയെന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാത്തൊരു ദൈവത്തിലാണോ നാം വിശ്വസിക്കുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുവാൻ വലിയനായ ദൈവം സഹായിക്കട്ടെ. അനുദിന ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ അത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മോട് സ്നേഹം കാണിച്ച് ദൈവം നമ്മെ നടത്താതിരിക്കുമോ?
ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വ്യാകുലത്തിലും ദുഃഖത്തിലുമാണ് ഇരിക്കുന്നതെങ്കിൽ, അയ്യോ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എങ്കിൽ, എങ്ങനെ ജീവിക്കുമെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഈ ഒരു വചനം നിങ്ങളെ വളരെ ശക്തീകരിക്കാനായിട്ടിടയായിത്തീരും. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ, സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നത് തകർത്ത് കളയുവാനാണ്, യാഗമാകുവാനായിട്ടാണ്. ആ ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നടത്തിത്തരുന്ന ഒരു വലിയവനായ ദൈവം എന്നൊരു ബോധ്യത ഇന്ന് രാവിലെ നമ്മെ ഭരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇവിടെ നാം 31-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറ്. ദൈവം നമ്മോടുള്ള കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശാ വിഷയം, നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം, നമ്മുടെ ആനന്ദത്തിൻ്റെ വിഷയം. വലിയവനായ ദൈവം ഇന്നത്തെ ഈ വചന ശുശ്രൂഷ, ഈ വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പരിശുദ്ധനും സ്തുതിനുമായ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു, നിന്റെ മക്കളാക്കി തീർത്ത് കർത്താവേ. അതിനുവേണ്ടി നീ വലിയൊരു വില കൊടുത്തു, സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ കർത്താവെ സകല കാര്യങ്ങളും നിറവേറ്റിത്തരുന്ന ഒരു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.